ശിലയും ശലഭവും. എഴുതിയത് സൂര്യകാന്തി. പ്രമോ. ആയിരങ്ങളെ സാക്ഷികളാക്കി കല്ലൂർക്കാടൻ കുടുംബം നടത്തുന്ന 10ാമത്തെ സമൂഹ വിവാഹം. പന്തലിൽ 14 ജോഡികൾ മിന്നുകെട്ടിനായി ഒരുങ്ങി നിൽക്കുന്നു. എന്നാൽ 15ാമത്തെ വധു മാത്രം അവിടെ തനിച്ചായിരുന്നു. അന്ന. അവളുടെ കണ്ണുകളിൽ ഭയവും നിസ്സഹായാവസ്ഥയും നിഴലിച്ചു. വരാമെന്നേറ്റ് ഉറപ്പിച്ച ചെറുക്കൻ പിന്മാറിയതോടെ കല്ലൂർക്കാടൻ കുടുംബത്തിന്റെ അഭിമാനം കൂടെയാണ് ആ പള്ളിമുറ്റത്ത് ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഡേവിഡ് അലക്സാണ്ടർ കല്ലൂർക്കാടൻ, 32 വയസ്സ്. ആ തറവാടിന്റെ സർവാധിപതി. അയാളുടെ വാക്കിന് അവിടെ മറുവാക്കില്ല. വിവാഹ ജീവിതം തന്റെ നിഘണ്ടുവിലേ ഇല്ലാത്ത ഡേവിഡിന്റെ ഗൗരവത്തിനു മുൻപിൽ സ്വന്തം സഹോദരങ്ങൾ പോലും ശബ്ദമുയർത്താൻ ഭയക്കും. എന്നാൽ ആ നിമിഷം സദസ്സിനെ നടുക്കിക്കൊണ്ട് തറവാട്ടിലെ കാരണവത്തിയും അന്തരിച്ച അലക്സാണ്ടർ കല്ലൂർക്കാടന്റെ പത്നിയുമായ സൂസന്ന എഴുന്നേറ്റു നിന്ന് പ്രഖ്യാപിച്ചു: കല്ലൂർക്കാടന്മാർ കൊടുത്ത വാക്ക് തെറ്റിക്കത്തില്ല. ഈ പെങ്കൊച്ചിന് മിന്നു ചാർത്താൻ ഇനി മറ്റാരും വരേണ്ടതില്ല. എന്റെ കൊച്ചുമകൻ ഡേവിഡ് ഇവളെ മിന്നുകെട്ടും. ഒരു നിമിഷം കാറ്റുപോലും നിലച്ചതുപോലെ ആ പള്ളിമുറ്റം നിശബ്ദമായി. ഡേവിഡിന്റെ കണ്ണുകളിൽ ഞെട്ടൽ നിഴലിച്ചു. അയാളുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുടെ മുഖത്ത് രോഷം അണപൊട്ടിയിട്ടും ഒരക്ഷരം എതിർത്തു പറയാൻ കഴിയാതെ അവർ തരിച്ചു നിന്നു. അന്ന, വെറും ഒരു 19കാരി. ആ വേദിയിൽ ഭയത്താൽ വിറയ്ക്കുന്ന ഉടലുമായി നിൽക്കുന്ന കല്ലൂർക്കാടന്മാരുടെ വീട്ടുവേലക്കാരി. സാക്ഷാൽ ഡേവിഡ് അലക്സാണ്ടർ തന്റെ കഴുത്തിൽ മിന്നു ചാർത്താൻ പോകുന്നു എന്ന സത്യം ഉൾക്കൊള്ളാനാവാതെ അവൾ ഒരു ബോധക്ഷയത്തിന്റെ വക്കിലായിരുന്നു. ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയത് സംഭവിക്കുന്നു. ഭയത്തോടെ അന്നയും അമർഷത്തോടെ ഡേവിഡും നേർക്കുനേരെ നിൽക്കുന്നു. കല്ലൂർക്കാടൻ മാളികയുടെ വിശാലമായ പൂമുഖത്ത് കരിങ്കൽ തൂണുകൾക്ക് അരികിലായി തന്റെ സിംഹാസനം പോലെയുള്ള ചാരുകസേലയിൽ പത്രവുമായി ഇരിക്കുകയായിരുന്നു ഡേവിഡ് അലക്സാണ്ടർ. പുറത്തു പെയ്യുന്ന നേരിയ ചാറ്റൽ മഴയുടെ തണുപ്പ് ആ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോഴാണ് മുറ്റത്തെ ചരൽക്കല്ലുകൾക്കിടയിലൂടെ 19കാരിയായ അന്ന നടന്നു വരുന്നത്. കയ്യിലുള്ള ചെറിയ തുണിസഞ്ചിയിൽ അവളുടെ ആകെയുള്ള ലോകം ഒതുങ്ങിയിരുന്നു. സർ, ഇവിടെ അടുക്കള ജോലിക്ക്. പതർച്ചയോടെ അവൾ ആ മുറ്റത്തു നിന്ന് പറഞ്ഞു. ഒരു പെണ്ണ് കേറ്റു കടന്നു വരുന്നത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിലും ഡേവിഡ് അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. കയ്യിലുള്ള പത്രത്തിൽ നിന്നും കണ്ണു മാറ്റാതെ തന്നെ അയാൾ ചോദിച്ചു: കൊച്ചിനെയല്ലോ ആ ഔസേപ്പച്ചൻ പറഞ്ഞു വിട്ടേക്കുന്നത്? അന്നയുടെ ഉള്ളൊന്ന് വിറച്ചു. ആ തറവാടിന്റെ ഗാംഭീര്യവും മുന്നിലിരിക്കുന്ന മനുഷ്യന്റെ പരുക്കൻ ശബ്ദവും അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ തല കുനിച്ചുകൊണ്ട് മെല്ലെ മൂളി: പിന്നാമ്പുറത്തേക്ക് ചെല്ല്, അവിടെ ആളുണ്ടാകും. അതും പറഞ്ഞ് കയ്യിലുള്ള പത്രം മേശപ്പുറത്തേക്കിട്ട് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അയാൾ അകത്തേക്ക് നടന്നു. അന്ന ആ വാതിൽക്കലേക്ക് നോക്കി നിന്നൊരു നിമിഷം. വരാനിരിക്കുന്ന വലിയൊരു വിധിയുടെ തുടക്കമായിരുന്നു ആ ചുവടുവെപ്പെന്ന് അവളപ്പോൾ അറിഞ്ഞിരുന്നില്ല.